പോയപ്പോൾ കോഴിക്കോട് ഒരു പരിപാടിക്ക് പങ്കെടുത്തോണ്ടിരുന്നത്, കോഴിക്കോട് ജയിലിലാണ്. അപ്പൊ ഇങ്ങനെ പത്രക്കാരും എല്ലാവരും കൂടെ വന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ സംവിധാനം കൊടുത്തിട്ടില്ല എന്നാണ് എന്റെ അറിവ്. അപ്പൊ ഞാൻ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ അവിടെ പോവുകയാണ്, പക്ഷെ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു എന്ന് പറഞ്ഞതിനെതിരെ എനിക്കെതിരെ വളരെ വലിയ പ്രതിഷേധം ഉണ്ടായി. ഞാനൊരു അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ പക്ഷെ അവിടെ ആലുവയിൽ പോയി നോക്കിയപ്പോൾ സബ്ജയിലിൽ കണ്ട കാഴ്ച വളരെ കരൾ അലിയിക്കുന്നതായിരുന്നു. ശരിക്കും അതിനുശേഷം ഞാൻ കുറച്ച് സൗകര്യങ്ങൾ ദിലീപിന് കൂടുതൽ ചെയ്ത് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. വെറും തറയില് ഒരു പായിട്ടിട്ട് കിടക്കുന്ന 3-4 പ്രിസണേഴ്സിന്റെ ഇടയിൽ കിടക്കുന്ന ദിലീപിനെ ഞാൻ ചെന്നിട്ട് ഞാൻ തട്ടി വിളിച്ചിട്ട് എണീക്കാമെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് എണീക്കാൻ പോലും വയ്യ. അയാൾ വിറക്കിയാണ് അവിടെ നിന്നിട്ട്. എന്നിട്ട് പിടിച്ച് എണീറ്റ് നിന്നിട്ട് അങ്ങ് വീണുപോയി. അപ്പൊ ആളെ കണ്ടപ്പോൾ എനിക്ക് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ദിലീപാണോ അത് വേറെ ഏതെങ്കിലും ആളാണോ സംശയം തോന്നുന്ന രീതിയിൽ അത്ര വികൃതമായിട്ടുള്ള അരൂപ അവസ്ഥയിലായിരുന്നു ആളെ നിന്നത്. അപ്പൊ എനിക്ക് മനസ്സലിയും. എനിക്ക് അങ്ങനെയാണ് കഷ്ടകാലം കാണുമ്പോൾ എനിക്ക് എപ്പോഴും മനസ്സലിയാറ്. അതായത് മനസ്സലിയുന്ന ഒരാൾക്കും പറ്റിയ ജോലി ഇതല്ലാന്ന് ഞാൻ പറയുള്ളൂ. എന്താ വെച്ചാൽ കേരളത്തിലെ ഒരു IPS ഓഫീസറാണ് പറയുന്നത് ദിലീപിന് ഞാൻ വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തുവെന്ന്. ഇവർ കുറേ നാൾ മുമ്പ് കൊടുത്തൊരു ഇന്റർവ്യൂ ആണെങ്കിൽ ഇത് ഇപ്പോഴാണ് പൊങ്ങി വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവരിപ്പോഴൊരു സ്ഥാനാർത്ഥിയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു കേരളത്തിലെ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥി തന്നെയാണ് പറയുന്നത് ഞാൻ ഇതുപോലെ ദിലീപിന് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തോന്ന്. അപ്പോൾ ദിലീപിന് കൃത്യമായിട്ട് ഇത് രക്ഷപ്പെടേണ്ട സഹായങ്ങളും കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇതുപോലെയുള്ള ആൾക്കാർ ഉള്ളിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ അതിജീവിതമാർക്കൊന്നും നീതി കിട്ടാൻ പോകുന്നില്ല. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? അതായത് ഒരു IPS ഓഫീസർ കൃത്യമായിട്ട് ദിലീപിന് വേണമെങ്കിൽ പിന്നെ പറഞ്ഞു കൊടുത്തോടെ എൻ്റെ പൊന്നു മോനെ ദിലീപിനോട് അത്രയും വലിയ ആരാധകരുള്ളതായിരിക്കും. അല്ല, മറ്റുള്ളവരെ പോലെ തന്നെയല്ലേ ദിലീപ്? മറ്റുള്ള 3 ആൾക്കാരുടെ കൂടെയാണ് ദിലീപ് കിടന്നത് എന്ന് പറയുന്നത്. അവർക്കില്ലാത്ത എന്ത് പ്രത്യേകത ദിലീപിൻ്റെ ഉള്ളത്? ദിലീപ് ഒരു മനുഷ്യൻ തന്നെ. അയാൾ പിന്നെ സിനിമാ താരമായതുകൊണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കി, സിനിമ നിർമ്മിച്ചുകൊണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കി എന്നല്ലാതെ ദിലീപിന് വേറെ ഒരു പ്രത്യേകതയില്ല. പക്ഷേ ഇവർ ദിലീപിന് വഴിവിട്ട സഹായം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തുറന്നു പറച്ചിലാണ്. അത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു പരാജയമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. എങ്ങനെയാണ് ഇവർ ഇത് പറയുന്നത്? അതായത് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചാണ് ഇവരൊക്കെ ശമ്പളം വാങ്ങിച്ചിട്ട് ഇപ്പോഴും പെൻഷൻ വരെ വാങ്ങിച്ച് തിന്നുന്നത്. എന്നിട്ട് പറയുകയാണ് ഞാൻ ദിലീപിന് കൃത്യമായിട്ട് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഏത് ടിക്കറ്റിൽ മത്സരിച്ചാലും നമുക്കൊരു കുഴപ്പമില്ല. കോൺഗ്രസിൽ മത്സരിച്ചോ, വേണമെങ്കിൽ CPM മത്സരിച്ചോ, BJP മത്സരിച്ചോ. പക്ഷേ ഈ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മോശപ്പെട്ട വാക്ക് തന്നെയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈയിടെയായിട്ട് എന്ന് പറയുന്നത് എല്ലാവരും ഇതുപോലെ ഇറങ്ങി വന്നതിന് ശേഷം പലതും പറയുന്നുണ്ട്. ഇതിനു മുന്നേയും ഇതേപോലെ ഒരു ചങ്ങാതി വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് നമ്മുടെ നികുതി പണത്തോണ്ടാണ് ഇവരൊക്കെ ശമ്പളം വാങ്ങിച്ച് തിന്നത്. ആ ഒരു ഇതുപോലും കാണിക്കാതെ വിശ്വാസ്യത മൊത്തം തകർക്കുന്ന തരത്തിൽ ഇതുപോലെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, പ്രത്യാഘാതം എന്താണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനിയിപ്പോൾ നാളെ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് പറയും ഗുണ്ടകൾ എങ്ങനെയാണ്, ഗുണ്ടകൾ അങ്ങനെയാണ്, ഗുണ്ടകളുമായിട്ട് ഞാൻ സൗഹൃദത്തിൽ ചിലപ്പോൾ ഉണ്ടാവും, പറയാനൊന്നും പറ്റൂല. അതായത് പണ്ടേതൊരു മമ്മൂട്ടിയുടെ ഒരു സിനിമ കണ്ടില്ല, ആ സിനിമയിലും തന്നെ മമ്മൂട്ടിക്ക് ഗുണ്ടകളുമായിട്ടാണ് ബന്ധം. അയാൾ പോലീസ് ഓഫീസറാ. അതുപോലെ ഉണ്ടാവും ചിലപ്പോഴും. അപ്പൊ ഇതുപോലെയുള്ള ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇവർ പലതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെട്ടിത്തോർന്ന് പറയുന്നുണ്ടെന്നാ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ കണ്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും കിളി പോയിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഉമ്മ വെക്കാൻ ചോദിച്ചോന്ന്. ഉമ്മ വെക്കാൻ ഒരുത്തൻ ചോദിച്ചപ്പോൾ അവൻ്റെ കാലിന് വീണ്ടും പറഞ്ഞല്ലോ എൻ്റെ സഹോദരനാണ്. നാണുണ്ട്. അവൻ്റെ ചെവിക്കല്ലിക്കിട്ട് അടിയല്ലോ ഉള്ളത്. അവൻ്റെ ചെവിക്കല്ല് തീർക്കാതെ അവിടെ കിടന്നിട്ട് ഇപ്പം എന്തൊരു മനുഷ്യന്മാരുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് എന്താ പറയേണ്ടത്, ഏതെങ്കിലും ഒരു ചെറിയൊരു 5000 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ മാനാന്ന് വലുതെന്ന് ചോദിച്ചിരിക്കുന്നതാണ്. അവരൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ്റെ കരണം പൊളിച്ചിട്ട് മാത്രമേ ഇറങ്ങി വരത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ എല്ലാം സഹിച്ചിട്ട് പിന്നീട് തൊഴുത് നിൽക്കുന്നത്. അതുപോലെ ഇൻസൈഡ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവെന്ന് പറയുന്നത് എന്തൊരു മനുഷ്യന്മാരുടെ ഇത്. ഇതൊക്കെ ഉള്ളതാണെങ്കിൽ വളരെയധികം മോശം തന്നെയാണ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ശ്രീലേഖ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശം തന്നെയാണ്. അതുമാത്രവുമല്ല, ശ്രീലേഖ ഇത് ഇപ്പോഴും പറയാനുള്ള ഒരു സാഹചര്യം എന്താണ്, എന്തിനാണ് ശ്രീലേഖ ഇത് ഇപ്പോഴും വന്ന് വിളമ്പുന്നത്, അതും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതെല്ലാം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും തന്നെ 10 വോട്ടിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വോട്ട് കുറക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ഇവർ പറയുന്ന പഴയ കാര്യങ്ങളൊക്കെ വെളിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ജനങ്ങൾക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എന്താ പറയേണ്ടത്, ജയിപ്പിക്കണോ അല്ലെ തോൽപ്പിക്കണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ്. അതായത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇവർ സർവീസിലിരിക്കുമ്പോൾ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഷൻ മാത്രമേ ഉള്ളൂ. ആ പെൻഷൻ ഇനി പോയാലും കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ സമ്പാദിക്കേണ്ടതൊക്കെ ചിലപ്പോൾ അവരുടെ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. പിന്നെ എന്ന് പറഞ്ഞൊരു IPS ഓഫീസർ എന്ന നിലയിൽ നല്ല രീതിയിലുള്ള സമ്പാദ്യവും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പെൻഷൻ ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇവർ പല കാര്യങ്ങളും ഇങ്ങനെ തുറന്നു പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവ സമയത്തൊക്കെ ആരാണ് ഭരിച്ചത്, ആരാണ് ചെയ്തത് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കണം. അതാണ് വേണ്ടത്. അല്ല വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? എന്തൊരവസ്ഥയാണിത്. മനുഷ്യന്മാർ നമ്മളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോര നീരാക്കിയ പണമല്ല ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ചോര നീരാക്കിയ പണങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴിങ്ങനെ എടുത്ത് ഓരോന്നോരോന്ന് പറയുമ്പോൾ ജനങ്ങളെയെല്ലാം കൊഞ്ഞനം കുത്തുന്ന തരത്തിലാണ് ഇവരൊക്കെ ചെയ്യുന്നത്.
അതായത് ജനങ്ങൾ ആരുടെയും അടിമയല്ല, അതാദ്യം മനസ്സിലാക്കുക. ജനങ്ങൾ നിങ്ങൾ അടിമയല്ല, ഒരാളതും അടിമയല്ല. ജനങ്ങളാണ് രാജാവ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബാക്കി എല്ലാവരും ഉദ്യോഗസ്ഥർ മാത്രമാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മേലെ ഒന്നുമില്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എങ്ങനെയാണ് എന്ത് പറഞ്ഞിട്ടാണ് ഇനി നമ്മുടെ നാട് നന്നാവും? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനി ഏത് തരത്തിലാണ് നന്നാകുമോ, ഏത് ഭരണം വന്നാലാണ് നന്നാവുമോ, അതാണ് ഞാൻ ചോദിക്കുന്നതായിരുന്നു. ഇനിയും ഉണ്ടാകും, രാഷ്ട്രീയത്തിലായാലും ശരി എവിടെയായാലും ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വെട്ടിത്തുറന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അതിൻ്റെ അകത്തിരിക്കുമ്പോൾ ഇവരൊന്നും പറയത്തില്ല. എല്ലാം കേട്ടുകൊണ്ട് എല്ലാ സൗജന്യങ്ങളും പറ്റിക്കൊണ്ട് അവിടെ തന്നെ ഇരിക്കും. തീർഥാമ്യം വിറ്റിട്ടായാലും അല്ലെങ്കിൽ മറ്റേ എന്നാ പറയേണ്ടത് ഫണ്ട് മുക്കിയിട്ടായാലും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വഴിവിട്ട സഹായങ്ങൾ ചെയ്തിട്ടായാലും എല്ലാം നിൽക്കും. സീറ്റ് കിട്ടാഞ്ഞിട്ടോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടോ പെൻഷനായിട്ടോ വെളിയിൽ വന്നു കഴിഞ്ഞാൽ ആ വകുപ്പിനെ പറ്റിയും അതിനെ പറ്റിയിട്ടുള്ള സകല കാര്യങ്ങളും എടുത്ത് വെളിയിലിടും. എൻ്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആർജവമുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് എന്തെങ്കിലും തരത്തിൽ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്കൊരു ജോലിയോടുണ്ടെങ്കിൽ ഒരു അഴിമതിക്കും കൂട്ടുവെക്കത്തില്ല. അഴിമതി അവിടെ തന്നെ വെച്ച് തുറന്നു പറയും, എനിക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല എന്ന് പറയും. പക്ഷെ അത് ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടാ. അതായത് അങ്ങനെ വരുന്ന ചുരുക്കം ചില ആൾക്കാർ, ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ നമ്മുടെ സമൂഹത്തിലുള്ളൂ. ബാക്കി എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ സുഖം നോക്കിയിട്ട് നടക്കുന്ന ആൾക്കാർ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പല കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു വന്നതിന് ശേഷം പെൻഷൻ വന്നു, അതുപോലെ തന്നെ ഫണ്ട് ബാക്കിയുള്ള ഫണ്ടുകളെല്ലാം വന്നു. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ക്ലബിലോ അടിയിലോ പോയിട്ട് ഇങ്ങനെ ഇരിക്കലും, പിന്നെ എന്ന് പറഞ്ഞ് കുറച്ച് യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെ പലതും പറയലും, ഇതൊക്കെ പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന ചില ആൾക്കാർ. അത്രയേ ഉള്ളൂ. ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇതിങ്ങനെ ഇവർക്ക് എന്താ ഇപ്പോൾ തന്നെ ഇപ്പോൾ 2 ദിവസം മുമ്പ് സാജന് കൊടുത്ത ഇന്റർവ്യൂവിൽ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് പുച്ഛം തോന്നാറുണ്ട്. അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കി നടക്കലാണോ? ഇത് എന്തോരം മനുഷ്യന്മാരുടെ ഇത് ഒരു തരത്തിലുള്ള എത്തുമ്പടിയും കിട്ടുന്നില്ല. എൻ്റെ പൊന്നു മേഡം, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഒന്നുകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂ മുഴുവൻ പിൻവലിക്കുക. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു നിങ്ങൾ അന്ന് പോരാടണമായിരുന്നു. അന്ന് പോരാടാതെ നിങ്ങളും ദിലീപിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നു, ദിലീപിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുന്നു. ദിലീപ് എങ്ങനെയായിപ്പോഴും രക്ഷപ്പെട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ദിലീപ് രക്ഷപ്പെട്ടത് എങ്ങനെയായിരിക്കുന്നു? അതായത് കൃത്യമായിട്ടെന്ന് പറഞ്ഞ ഉപദേശങ്ങൾ കൊടുക്കാനും രക്ഷപ്പെടാനും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവൂടെ. പൈസ ഉണ്ടെങ്കിൽ പൈസക്ക് മേലെ മറ്റേ എന്തോ ഒരു എന്തോ ഒരു പക്ഷിയില്ലേ, അത് പറക്കൂലെന്ന് എല്ലാവരും പറയുന്നത്. എല്ലാവർക്കും വേണ്ടത് പൈസ തന്നെയാണ്. ആ പൈസ ഉണ്ടെങ്കിൽ പിന്നെ പൈസ ഉള്ളവനിടെ രാജാവ്, പൈസ ഇല്ലാത്തവനൊക്കെ പുഴുക്കളാണ്. പൈസ ഇല്ലാതെ കുറെ കീടങ്ങൾ പുഴുക്കൾ എന്നേ ഞാൻ പറയുള്ളൂ. പൈസ ഉള്ളവൻ രാജാവാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ മാത്രമാണ് ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല തുകയുണ്ടെങ്കിൽ നല്ല ആൾക്കാർ, നല്ല മനുഷ്യന്മാർ, ഓനില്ല എല്ലാ ബലിയും കിട്ടും. പെണ്ണ് പിടിയനായാലും ശരി, ആണ് പിടിയനായാലും ശരി, എന്ത് തേങ്ങാക്കുന്തമായാലും ശരി, പൈസ ഉള്ളവന് കിട്ടുന്ന ബഹുമാനങ്ങളൊന്നും ഇതില്ലാതവന് കിട്ടുന്നില്ല. ഇതില്ലാതവനെന്ന് പറഞ്ഞാൽ അടിയും ചവിട്ടും കുത്തും തന്നെയാണ് കിട്ടുന്നത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? ഇവിടെ എന്ന് പറഞ്ഞ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പണം നടത്തും ഇന്ദ്രജാല പ്രകടനങ്ങൾ. അത് തന്നെയാടേ. ഇനി ആര് വന്നാലും രക്ഷപ്പെടാനാന്ന് അതാ ഞാൻ ആലോചിക്കുന്നത്. ഏതും മനുഷ്യന്മാർ വന്നാലടേ നമ്മളൊന്ന് രക്ഷപ്പെടുക. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വന്നു കഴിഞ്ഞാലും ഇതുപോലെ ആരെങ്കിലും ഇങ്ങനെ തുറന്നു പറയും. ഇതൊക്കെ തുറന്നു പറയുന്നത് കേൾക്കുമ്പോൾ ഇവരൊക്കെ എന്തോന്നടേ ഇത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരുത്ത തറയിൽ കിടന്നിട്ട് ബേച്ച് ഇറങ്ങിപ്പോലും ഓൻ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിനോ അന്ന് ആദ്യം നോക്കണ്ടേ. കുറ്റം ചെയ്യാതെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന് ഇപ്പം പെടുത്തിയതാണെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങൾ പറയേണ്ടതുണ്ട്. പിന്നെ അത് മാത്രമല്ല, ദിലീപ് പോയിട്ട് അതിൻ്റെ മേൽക്കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കല്ലേ ഉണ്ട്. ദിലീപ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ദിലീപ് എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത്? എന്നെ 85 ദിവസം ഒരുത്തന ജയിലിൽ കിടത്തിയിട്ട് പിന്നീട് വെറുതെ വിടുവാണ്. ആർക്കറിയാം ഭഗവാൻ ഇവിടെ എന്തെല്ലാം നടക്കുന്നതെന്ന് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. നമ്മുടെ നാടൊക്കെ വേറെ ഏതോ ലെവലിൽ ഒരു കാര്യം ചെയ്യാറുണ്ട്. നമ്മൾ മിണ്ടാതെ ഇങ്ങനെ ചുരുങ്ങിയിട്ട് ഇടുങ്ങിയിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. വേറെ എന്ത് പറയാനാന്ന്?